പ്രിയ ദൈവമക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സദൃശവാക്യങ്ങൾ 1-ാം അധ്യായത്തിലെ 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കേണ്ടത്. ഈ ഭാഗം വായിക്കുമ്പോൾ സ്നേഹമുള്ള അപ്പൻ തൻ്റെ മകനോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ നീ സമ്മതിക്കരുത്. ഈ വാക്യത്തിൽ തുടങ്ങുന്ന മുന്നറിയിപ്പ് തുടർന്നു വരുന്ന വാക്യങ്ങളിൽ കൂടുതൽ വ്യക്തമായി വിവരിക്കുന്നു. തെറ്റായ ആളുകൾ നമ്മളെ എങ്ങനെ അവരുടെ വഴിയിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് ദൈവം മുൻകൂട്ടി കാണിച്ചു തരുന്നു. പല വാഗ്ദാനങ്ങളും നൽകും. എളുപ്പത്തിൽ ലാഭം ലഭിക്കും, ആരും അറിയത്തില്ല, ഒരു തവണ ചെയ്താൽ മതി എന്നൊക്കെയായിരിക്കും അവരുടെ വാക്കുകൾ. സ്നേഹമുള്ള പിതാവ് തൻ്റെ മകനോട് പറയുന്നത് പോലെ ദൈവം നമ്മോട് പറയുന്നു, അവരുടെ വഴിയിൽ നടക്കരുത് എന്ന്. ഈ ഭാഗം എന്നെ പഠിപ്പിച്ച ഒരു വലിയ സത്യം ഇതാണ്: പാപം ആദ്യം ആകർഷകമായി തോന്നാം, പക്ഷേ അതിൻ്റെ അവസാനം ഒരിക്കലും അനുഗ്രഹമല്ല. ഇന്ന് ഇത് തെറ്റായ കൂട്ടുകാരെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാ സ്വാധീനത്തെയും കുറിച്ചാണ്. അത് മൊബൈലാകാം, എന്തുമാകാം. എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് തന്നെ ശോധന ചെയ്യാം. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിൽ നിന്ന് മാറാൻ തീരുമാനിക്കാം. ദൈവം നമ്മെ ജ്ഞാനത്തോടെ നയിക്കട്ടെ. ശലോം.